മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും പുലി ഇറങ്ങി. പോത്തുകലിൽ വളർത്തുനായയെ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മലാംകുണ്ട് വാരിക്കുഴിയിൽ ബിജുവിന്റെ നായയാണ് പുലി പിടിച്ചത്. വനം വകുപ്പിനെ വിവരം അറിയിച്ചുവെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. വിവരങ്ങൾ നൽകാനായി ശിവദാസ് ഉണ്ട്. ശിവദാസ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? രാഖി, നിലമ്പൂർ ഒരു മലയോര മേഖല കൂടിയാണ്. ഇവിടെ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. നമുക്ക് അറിയാം, മുൻപ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഇവിടെ വന്യജീവി ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവനുകൾ നഷ്ടമായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ ഭാഗത്ത്, അതായത് നിലമ്പൂരിലെ പോത്തുകല്ലിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പിന്നീട് വനം വകുപ്പ് എത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുലി ഒരു വളർത്തുനായയെ കടിച്ചു ഭക്ഷിച്ച് ഇരിക്കുന്നു. വാരിക്കുഴിയിൽ ബിജു എന്ന വ്യക്തിയുടെ വളർത്തുനായയാണ് കടിച്ചു കൊന്നിരിക്കുന്നത്. ഈ നായയുടെ ഏകദേശം പകുതിയോളം ഭാഗം തന്നെ ഈ പുലി ഭക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരത്തിൽ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ഉള്ള എരുമമുണ്ട എന്ന സ്ഥലത്ത് ടാപ്പിംഗ് തൊഴിലാളികൾ ഇവിടെ കടുവയെ കണ്ടതായി പറഞ്ഞ് പിന്നീട് വനം വകുപ്പിനെ അക്കാര്യം അറിയിച്ചിരുന്നു. വനം വകുപ്പ് ഈ ഭാഗത്ത് വന്ന് സാധാരണ രീതിയിലുള്ള ഒരു പരിശോധന മാത്രമാണ് നടത്തിയത്. ഇത്തരത്തിൽ പുലിയെ പിടികൂടാനോ അല്ലെങ്കിൽ കടുവയെ പിടികൂടാനോ ഉള്ള ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോഴും അത് സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വളർത്തുനായയെ കടിച്ചു കൊന്ന ആ പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളാകെ ഭീതിയിലാണ്. കാരണം പുലിയും അതോടൊപ്പം തന്നെ കടുവയും മറ്റു കാട്ടുമൃഗങ്ങളും കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ഒരു ശല്യം അതിരൂക്ഷമാണ്. മനുഷ്യജീവന് ആപത്താകുന്നതോടൊപ്പം തന്നെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രോഷവും വനംവകുപ്പിനെതിരെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാര നടപടികൾ വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. രാഖി, ശിവദാസ്, നേരത്തെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നു നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട്. അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണോ? എങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അവരുടെ ഒരു പ്രതികരണം? രാഖി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം നിലവിലിപ്പോൾ ഒരു വളർത്തുനായയാണ് ആക്രമിച്ചത്. ഇനി ഇത് മനുഷ്യരിലേക്ക് എത്തും എന്നൊരു ഭീതി ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഉണ്ട്. ഇതിന് സമീപത്ത് തന്നെയാണ് കാളിക്കാവ് എന്ന പ്രദേശം. ഈ കാളിക്കാവ് ഏകദേശം ഒരു മാസത്തോട് അടുക്കുന്നു. ഇവിടെ ഒരു കടുവ ഒരു മനുഷ്യനെ കടിച്ചു കൊന്നിരുന്നു. ഒരു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ എന്ന വ്യക്തിയെ കടിച്ചു കൊന്നിരുന്നു. ഇത്തരത്തിൽ മനുഷ്യജീവന് ആപത്താവുകയും മനുഷ്യജീവനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നരഭോജി കടുവകളും പുലികളും എല്ലാം തന്നെ ഏറെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ കാട്ടാനകളുടെ ശല്യം, മറ്റ് കാട്ടുകുരങ്ങും മയിലും അടക്കമുള്ള മറ്റ് കാട്ടുപന്നികൾ അടക്കമുള്ള മറ്റ് വന്യജീവികളുടെ ശല്യം രൂക്ഷമായ ഒരു മേഖല. ഈ ഭാഗത്ത് കൃത്യമായൊരു നടപടിയും വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഫെൻസിങ് പോലും കാര്യക്ഷമമായി ഇവർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ബലമില്ലാത്ത കമ്പികൾ ഉപയോഗിച്ച് താൽക്കാലികമായുള്ള ഒരു ഫെൻസിങ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് പലപ്പോഴും കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ അത് തകരുന്നത് ഒരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷിക്കാരാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ കൂടിയുണ്ട്. വനവിഭവങ്ങൾ ശേഖരിച്ച് അത് വിൽപ്പന നടത്തി വനവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധാരണക്കാരായ നിരവധി മനുഷ്യരാണ് ഈ ഭാഗങ്ങളിൽ മലയോര മേഖലയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങളിൽ സർക്കാരോ വനംവകുപ്പോ ഒന്നും തന്നെ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെയുള്ള പരാതിയാണ്. മുൻപും പലതവണ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നരഭോജി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ കാളിക്കാവ് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പോത്തുകല്ലിലും പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വളർത്തുനായയാണ് കടിച്ചിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും പുലി ഇറങ്ങി എന്ന വാർത്തയാണ് ശിവദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്.